അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയി നമുക്കിന്നൊരു കയ്പ്പയ്ക്ക കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 8-10 കയ്പ്പയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ. അപ്പോൾ ഞാൻ അത് വട്ടത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നല്ല വട്ടത്തിൽ അരിഞ്ഞിട്ട് വരണം. ഇത്തിരി കനം കമ്മിയായിട്ടാണ് അരിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കിട്ടും അത്. പിന്നെ ഇതുപോലെ പരന്ന പാത്രത്തിലാണ് ഇടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പൊടികളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാനും ഇളക്കാനൊക്കെ നല്ല സൗകര്യമായിരിക്കും. നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് എന്നിവ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം നമുക്ക് തളിച്ച് കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് എല്ലാ കയ്പ്പയ്ക്കയിലും ഈ പൊടികൾ മിക്സ് ആവണ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാനിതെല്ലാം ഒന്ന് അതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വരാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വേറെ പുളിയോ വേറെ വെള്ളമോ ഒന്നും ചേർത്തണില്ല. ഇനി നമുക്കിതിനെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി. പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് നൈസായിട്ട് അരിഞ്ഞതുകൊണ്ട് നമുക്കൊരു 3 മിനിറ്റോ 4 മിനിറ്റോ മാത്രം അതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് കയ്പ്പയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 3-4 മിനിറ്റ് നമുക്കിതൊന്ന് ആവിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കയ്പ്പയ്ക്കയുടെ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ പ്ലേറ്റുകളിലൊക്കെ ആക്കിയിട്ട് വെയിലത്ത് ഉണക്കാൻ വയ്ക്കാം. ഇപ്പോഴുള്ള വെയിലിന് ഒരു 2 ദിവസത്തിനൊക്കെ ഉള്ളിൽ ഉണങ്ങി കിട്ടും. അപ്പോൾ ഉണങ്ങി വന്നപ്പോൾ ആകെ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. പിന്നെ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു സൂപ്പർ കൊണ്ടാട്ടമായിരിക്കും. ഇപ്പോൾ വെയിലൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്